സഹോദരന്മാരെ, ഇന്നലെ കണ്ണൂർ എയർപോർട്ടിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വൈകിയതുമായി ബന്ധപ്പെട്ടിട്ട് യാത്രക്കാരുടെ രോഷപ്രകടനവും അതുമായുള്ള വാർത്തകളെല്ലാം നിങ്ങളെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതാണ് ഈ വീഡിയോ. ഇത് നിങ്ങളെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും. ഇന്നലെ നടന്നൊരു സംഭവമായിരുന്നു. കാരണം എയർ ഇന്ത്യ ഉള്ള കാലം മുതലേ ഇങ്ങനെ തന്നെയാണ് അവരെ പരിപാടികൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ മുൻകൂട്ടി അറിയിക്കൂല, യാത്രക്കാരെ മുൻകൂട്ടി അറിയിക്കൂല ഫ്ലൈറ്റ് വൈകുന്നത്, അല്ലെങ്കിൽ ടിക്കറ്റ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട മുൻ അറിയിപ്പുകളൊന്നും അവർ നൽകൂല. പെട്ടെന്നായിരിക്കും വിളിച്ചു പറയുന്നത് ഇന്ന് ഫ്ലൈറ്റ് വൈകിയെന്ന്. പല ദൂരത്തു നിന്നും വരുന്നവരെന്ത് ചെയ്യുക, അവിടെ താമസിക്കേണ്ട അവസ്ഥ, വയ്യാതാരാകുന്ന അവസ്ഥയെല്ലാം എയർ ഇന്ത്യ പണ്ട് മുതലേ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന കലാപരിപാടിയാ. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അവർ. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, വയലാർ രവി വ്യോമയാന സഹമന്ത്രി ആയിരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു. അന്ന് വയലാർ രവിനോട് ദുബൈയിൽ വെച്ചിട്ട് മാധ്യമങ്ങൾ ചോദിച്ച സമയത്ത് മാധ്യമങ്ങളോട് ശുഭിതനായിട്ട് സംസാരിച്ചിരുന്നു വയലാർ രവി. അന്ന് ഞാൻ ദുബൈയിലുണ്ടായിരുന്നു. ആ കാലഘട്ടം മുതലേ എന്ത് ചെയ്യലുണ്ട്, ഈ എയർ ഇന്ത്യ ബഹിഷ്കരിക്കണം, എയർ ഇന്ത്യയുടെ ടിക്കറ്റ് എടുക്കരുത്, എയർ ഇന്ത്യയായിട്ട് നമ്മൾ ബഹിഷ്കരിച്ചാൽ അവർ പാഠം പഠിക്കും എന്നെല്ലാം പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷെ ആരും ബഹിഷ്കരിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എയർ ഇന്ത്യയിൽ ചെറിയ ടിക്കറ്റിന്റെ റേറ്റ് ചെറിയൊരു വിലക്കുറവുണ്ടാവും. മറ്റ് ഫ്ലൈറ്റിനെ അപേക്ഷിച്ച് എയർ ഇന്ത്യയുടെ ടിക്കറ്റിന് കുറച്ച് പൈസ കുറവുണ്ടാവും. അത് കണ്ടിട്ട് എന്ത് ചെയ്യും, എല്ലാവരും എന്ത് ചെയ്യും, അതിൽ തന്നെ ടിക്കറ്റ് എടുക്കും. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് പലരും എന്ത് ചെയ്യും, വയ്യാതാരാകുന്ന സ്ഥിരം പരിപാടിയാണ്. എന്നാൽ ഈ യാത്രക്കാരുടെ ദേശീയ ഉദ്യോഗസ്ഥന്മാരോട് തീർത്തേനെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും? ഒന്നും ഒരു കാര്യമില്ല. ഈ വീഡിയോയിൽ തന്നെ എത്രമാത്രം ശുഭിതരായിട്ടാണ് ഇവർ സംസാരിക്കുന്നത് അവിടെയുള്ള എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥന്മാരോട്. അവരോട് പറയുന്നത് നിങ്ങൾ കേസെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റി, നിങ്ങൾ തൂക്കിക്കൊല്ലൂല എന്നല്ല എന്നാണ് ചോദിക്കുന്നത്. കേസെടുത്ത് കഴിഞ്ഞാൽ എല്ലാം വിഷമം തന്നെയാണ്. നമ്മളെപ്പോലെയുള്ള ആൾക്കാർ അവിടെ ലീവിന് എത്തേണ്ടി വരും, അവിടുത്തെ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ എയർപോർട്ടിന്റെ ഉള്ളിൽ നമ്മൾ ഒച്ചപ്പാടാക്കിയതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ഇതെല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്. അതിപ്പോ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കൂല. നമ്മളെ ഈ ആ വിഷമത്തിൽ നമ്മൾ ഇങ്ങനെ കയർത്ത് സംസാരിച്ച് പോകും. എന്നാൽ ഇന്നലെ എന്റെ അഭിപ്രായത്തിൽ ഇന്നലെ എന്തോ ഒരു അടിപിടിയാ എന്തോ ഒന്നുള്ള ആയിട്ട് ഒരാൾ ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് വന്നത്. ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ മട്ടന്നൂർ എയർപോർട്ടിനടുത്താണ് നമ്മളെ SM ഹോസ്പിറ്റൽ. അതിനടുത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ഞാനുള്ള സമയത്ത് ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളെല്ലാം കൂടി എന്താ പറയുക കരഞ്ഞുകൊണ്ടും കയറി വന്ന് ഇങ്ങനെ എയർപോർട്ടിൽ നിന്ന് ട്രോളി തട്ടി വീണിട്ടാണ് മുറിവുണ്ട്, മുറിഞ്ഞിട്ട് വന്നത്. അങ്ങനെ ആടുന്നവർ താൽക്കാലിക മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്തിട്ട് ഇത് അവർ വരിയടിയോ കാണിക്കാൻ വേണ്ടിയിട്ട് വിടുന്ന കണ്ടു. എന്നാൽ ഞാൻ പറഞ്ഞു ഇത് എയർപോർട്ടിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടാകാനാണ് സാധ്യത എന്ന് ഞാൻ പറഞ്ഞു തരുന്നല്ല. അതേപോലെ ആയിരിക്കാനാണ് സാധ്യത. ഇത് നമ്മളിങ്ങനെ ഒച്ചപ്പാടാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചത് കൊണ്ടോ ശകാരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളവിടെ അടിയും മുടി ഉണ്ടാക്കിയത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അത് നമുക്ക് തന്നെയാണ് നഷ്ടം. അവർക്ക് ഒരു കംപ്ലൈന്റ് എഴുതിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വ്യോമയാന വകുപ്പിന് കൊടുത്തു കഴിഞ്ഞാൽ നടപടി അവർ സ്വീകരിക്കും. അവർക്ക് വേറെ ഒന്നും നോക്കാനൊന്നുമില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ യാത്രക്കാരാണ്. നമ്മളെ പ്രതീക്ഷിച്ച് പലരും കാത്തു നിൽക്കുന്നുണ്ട്. നമ്മളെ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ശുഭിതനായതുകൊണ്ട് ഒന്നും നേടാനും നമുക്ക് കഴിയില്ല. ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ എയർ ഇന്ത്യയിലെ ടിക്കറ്റ് എടുക്കാണ്ടിരിക്കുക. ഞാൻ പൊതുവേ എന്ത് ചെയ്യില്ല, എയർ ഇന്ത്യയിലെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കലില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എയർ ഇന്ത്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ടിക്കറ്റ് മുടങ്ങല്, യാത്ര മുടങ്ങല്, അതേപോലെ എന്തെങ്കിലും അപകടങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കൂല. മംഗലാപുരം ദുരന്തം നടന്നിട്ട് ഇന്നും പലർക്കും പൈസ കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന കേട്ടു. ഇങ്ങനത്തെ അവസ്ഥ എയർ ഇന്ത്യയിൽ നമുക്കറിയാം. പിന്നെ ഇതിനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു 10 രൂപ ലാഭത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ 20 രൂപ ലാഭത്തിന് വേണ്ടിയിട്ട് എയർ ഇന്ത്യയിൽ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് മറ്റു ഫ്ലൈറ്റിനെ ആശ്രയിക്കാമല്ലോ. അത് ആശ്രയിക്കാൻ നിൽക്കാതെ ഈ 10 രൂപ 20 രൂപ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എയർ ഇന്ത്യയിലേക്ക് പോയിട്ട് ടിക്കറ്റ് എടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടേണ്ടി വരുന്നു. എന്നിട്ട് എന്ത് ചെയ്ത് അതിനെക്കാട്ടും വലിയ ബുദ്ധിമുട്ട് അവരുമായിട്ട് ശകാരിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ ആ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോന്നിയാ. നമ്മളിതാരും അവരോട് വേറൊരു വെറുപ്പുള്ളത് കൊണ്ടൊന്നുമല്ല. കാരണം വെച്ചാൽ നമ്മൾ പല ദിക്കുന്നു വന്നിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഫ്ലൈറ്റ് ഇല്ലാന്ന് പറയുമ്പോഴാണ് ആ ദേഷ്യം നമ്മളത് തീർക്കലാണ്. അതിനെക്കൊണ്ട് നമുക്ക് തന്നെയാണ് ഉപദ്രവം, നമുക്ക് തന്നെയാണ് വിഷമം. അതുകൊണ്ട് ഇനിയും തന്നെ നമ്മൾ ചെയ്യാനുള്ളത്, നമ്മളെപ്പോലെയുള്ള യാത്രക്കാർ ചെയ്യാനുള്ളത് എയർ ഇന്ത്യയിൽ ടിക്കറ്റ് എടുക്കാണ്ടിരിക്കുക. അത്രയേ ചെയ്യാൻ പറ്റൂ. അല്ലാണ്ട് വേറെ ഒന്നും നമ്മളവരോട് യുദ്ധം ചെയ്തിട്ടൊന്നും നമുക്ക് വിജയിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് ഇനിയും തന്നെ എന്താണ് എയർ ഇന്ത്യ ബഹിഷ്കരിക്കാനുള്ള, ഇത് പണ്ട് മുതലേ പറയുന്ന കാര്യമാണ്. എയർ ഇന്ത്യ ബഹിഷ്കരിക്കുക. ദുബൈയിൽ ഇതിനൊരു ക്യാമ്പയിൻ തന്നെ നടന്നിരുന്നു. പക്ഷെ ഒന്നും വിജയിച്ചിട്ടില്ല, ആരും മുതിരുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യാൻ, വീണ്ടും പോയിട്ട് ടിക്കറ്റ് എടുക്കുക, വീണ്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുക. അതുകൊണ്ട് ഇനിയും തന്നെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരുമായിട്ട് യുദ്ധം ചെയ്യാതെ നമ്മൾ എയർ ഇന്ത്യനെ ബഹിഷ്കരിക്കാൻ വേണ്ടി പറ്റുന്ന രൂപത്തിൽ ബഹിഷ്കരിച്ചിട്ട് എന്ത് ചെയ്യുക, അതിൽ ടിക്കറ്റ് എടുക്കാതിരിക്കുക. അത്രയേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അല്ലാണ്ട് ഇവരുമായിട്ട് യുദ്ധം ചെയ്തതിനെ കൊണ്ട് ഒരു ലാഭം നമുക്ക് കിട്ടൂല. നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവും. അത് എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് കരുതുന്നു.